സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്, 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലയോര മേഖലകളിൽ യാത്രാ നിയന്ത്രണം, തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇടുക്കിയിൽ കാലവർഷം കനത്തു. പാംബ്ല, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. പെരിയാർ, തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. തിരുവല്ലയിൽ വെള്ളം കയറിയതിനാൽ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. എറണാകുളം ജില്ലയിൽ കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മലയോര മേഖലകളിൽ രാത്രിയാത്രകൾക്ക് നിയന്ത്രണം. കണ്ണമാലിയിലും നായരമ്പലത്തും കടലാക്രമണം ശക്തം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പത്തനംതിട്ടയിൽ കനത്ത മഴ. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട്. ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ തുറന്നേക്കും. ആനമൂഴി, സീതത്തോട് ഭാഗങ്ങളിലും ജലനിരപ്പ് ഉയരുന്നു. കാക്കാട്ടാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോട്ടയത്തും മഴക്കെടുതി രൂക്ഷം. മീനച്ചലാറിന്റെ ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോട്ടയം കുമരകം റോഡിൽ വിള്ളലിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി നിരോധിച്ചു. മലപ്പുറത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. പൊന്നാനിയിലും വെളിയങ്കോടും പാലപ്പെട്ടിയിലും കടലാക്രമണം രൂക്ഷം. 50ഓളം വീടുകളിൽ വെള്ളം കയറി. 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അട്ടപ്പാടി അടിയകണ്ടിയൂരിൽ കനത്ത കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി. പ്രദേശത്തെ വൈദ്യുതി പൂർണ്ണമായും മുടങ്ങി. അട്ടപ്പാടി ചിറ്റൂർ കുറവൻപാടി റോഡിൽ വൈദ്യുതി ലൈനിൽ മരം വീണു. ഇരുമേഖലകളിലും വൻ ഗതാഗത കുരുക്കും. ഡൽഹിയിൽ കനത്ത ചൂടിനിടെ ആശ്വാസമായി മഴയെത്തി. ഗാസിയാബാദ്, നോയിഡ, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഡൽഹിയിൽ ഒരാഴ്ച മുൻപ് വരെ അനുഭവപ്പെട്ടത് 18 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ ചൂട്. നിയമസഭ ഇന്നും പ്രതിഷേധങ്ങൾക്ക് വേദിയാകും. TPK സഭയിൽ വീണ്ടും ഉന്നയിക്കാൻ പ്രതിപക്ഷം. ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ചയും തുടരും. ശബരിമല റെയിൽപാത ശ്രദ്ധ ക്ഷണിക്കലായും ഉന്നയിക്കും. കളിയിക്കാവിള കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം. നഷ്ടമായ പണം കണ്ടെത്തിയതായും സൂചന. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. പ്രതി സജികുമാറിന്റെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തും. തമിഴ്നാട് പോലീസ് പ്രതിയെ കുഴിത്തുറ കോടതിയിൽ ഹാജരാക്കും. മനു തോമസിനെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും പറയാമെന്ന് കരുതേണ്ട. അക്കാര്യം ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ട. കൂടെയുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. മുഖ്യമന്ത്രി തിരുത്തേണ്ടതുണ്ടെന്നും PC ചാക്കോ. NCP കോൺഗ്രസ് ലയന വാർത്ത തള്ളി PC ചാക്കോ. സർക്കാരിനെ വെല്ലുവിളിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിലെ ഹൈറിച്ച് കമ്പനി. വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഓഡിയോ സന്ദേശം പുറത്ത്. 1 രൂപയ്ക്ക് ഗതിയില്ലാത്ത സർക്കാർ ഹൈറിച്ചിനെ തകർക്കാൻ ശ്രമിക്കുന്നു. വേണ്ടി വന്നാൽ സർക്കാരിനെതിരെ സമരം ചെയ്യുമെന്നും ഓഡിയോ സന്ദേശത്തിൽ.
ലോക്സഭയിലേറ്റത് വലിയ തോൽവിയെന്ന് ആവർത്തിച്ച് എം.വി. ഗോവിന്ദൻ. തിരുത്തൽ നടപടികൾ ആരംഭിച്ചു. തോൽവിക്കുത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് അസംബന്ധം. പിണറായിക്കെതിരായിട്ട് കടന്നാക്രമിക്കുക തന്നെയാണ്. ആ കടന്നാക്രമമാണ് മാധ്യമ ശൃംഖല മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശൃംഖല നടത്തിയിട്ടുള്ള മാധ്യമ കടന്നാക്രമത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് പിണറായിയുടെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കെ ശൈലജയുടെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയാകണമെന്ന ജനങ്ങളുടെ ആഗ്രഹമല്ല. ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തലിൽ തിരുത്തലുണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി. തിരുത്തും, അതൊക്കെ തിരുത്താം. അന്നാതിരിയുള്ള കാര്യങ്ങൾ മുഴുവൻ തിരുത്താനല്ലേ അവൻ തീരുമാനിച്ചത്. അത് മാത്രം എടുത്തിട്ട് പ്രത്യേകം തിരുത്തേണ്ട അല്ലല്ലോ. അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തിരുത്തും. എം.വി. ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ ന്യൂസ് മലയാളത്തോട്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ 900 കോടി രൂപ അനുവദിച്ചെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിൽ ബാക്കിയുള്ളത് 5 മാസത്തെ കുടിശ്ശിക. ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക 1600 രൂപ വീതം. മുൻ ഉപപ്രധാനമന്ത്രി എൽ.കെ. അദ്വാനി ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെയാണ് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നുവെന്ന് ഡോക്ടർമാർ. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയിൽ കുറ്റപത്രം സമർപ്പിച്ച് CBI. 5 പേർക്കെതിരെ കുറ്റപത്രം. തിരുവനന്തപുരം CJM കോടതിയിലാണ് CBI ഡൽഹി യൂണിറ്റ് കുറ്റപത്രം നൽകിയത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. 3ാം മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം രാഷ്ട്രപതിയുടെ ആദ്യ പാർലമെന്റ് പ്രസംഗം. രാജ്യസഭാ സമ്മേളനത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. ലോക്സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും തുടരും. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ പാസാക്കിയ 12 ബില്ലുകൾ ഇന്ന് സഭയിൽ വയ്ക്കും. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ലെന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്ന് നൊബേൽ സമ്മാന ജേതാവ് അമർത്യ സെൻ. വിചാരണ കൂടാതെ ആളുകളെ തടവിലാക്കുന്നതിലുള്ള വിമർശനം. നൊബേൽ സമ്മാന ജേതാവിന്റെ വിമർശനം അമേരിക്കയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ. പ്രധാനമന്ത്രിക്ക് കത്തയച്ച M.K. സ്റ്റാലിൻ. ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം. 2024 സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്തണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി. യൂറോകപ്പിൽ ബെൽജിയവും റൊമാനിയയും സ്ലോവാക്യയും പ്രീ ക്വാർട്ടറിൽ. ജീവൻ മരണ പോരിൽ സമനില പിടിച്ച ടീമുകൾ. 4 പോയിന്റുമായി ഒപ്പത്തിനൊപ്പം എത്തിയിട്ടും ഗോൾ ശരാശരിയിൽ പിന്തള്ളപ്പെട്ട് യുക്രൈൻ പുറത്ത്. പ്രഭാസിനെ നായകനാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ഇന്ന് തിയേറ്ററുകളിൽ. ചിത്രം റിലീസ് ചെയ്തത് സംസ്ഥാനത്തെ 280 തിയേറ്ററുകളിൽ. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ അശ്വിനി ദത്ത് നിർമ്മിച്ച ചിത്രത്തിന് വൻ വരവേൽപ്പ്. പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പടുക്കോൺ എന്നിവരും ചിത്രത്തിൽ. അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ഇവാൻ ഗർഷ്കോവിച്ചിന്റെ രഹസ്യ വിചാരണ റഷ്യയിൽ ആരംഭിച്ചു. ചാരവൃത്തി കേസിലാണ് വിചാരണ. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടായിരുന്നു. ഇവാൻ അറസ്റ്റായത് 2023 മാർച്ച് 29. കൊച്ചിയിൽ തീരദേശവാസികൾ റോഡ് ഉപരോധിക്കുന്നു. വൈപ്പിനിൽ എടവനക്കാട് പ്രദേശവാസികളാണ് ഉപരോധവുമായി രംഗത്തെത്തിയത്. നിരന്തരമായ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സമരം. മന്ത്രി നേരിട്ടെത്തി പ്രശ്നപരിഹാരം കാണുന്നതുവരെ പിന്നോട്ടില്ലെന്ന് സമരാനുകൂലികൾ. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് സന്നദ്ധമാകാതെ പോലീസുകാർ. പത്തനംതിട്ട KAP 3 നിന്ന്
ഇന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോകാൻ സന്നദ്ധത അറിയിച്ചത് ഒരാൾ മാത്രം. 130 ഒഴിവുകൾ സ്റ്റേഷനുകളിൽ ഉള്ളപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിമുഖത. പെരുമ്പാവൂർ ഓടക്കാലിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ ഉച്ചയോടെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓടക്കാലി സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയാണ് മരിച്ചത്. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വയനാട് വീണ്ടും കാട്ടാന ആക്രമണം. നെയ്ക്കുപ്പയിൽ ഓട്ടോറിക്ഷ കാട്ടാനെ ആക്രമിച്ചു. ആന വരുന്നത് കണ്ട് തോട്ടിലേക്ക് ചാടിയ ആൾക്കും പരിക്ക്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു.